ഹായ് ഗോയ്സ്, രാവിലെ തൊട്ട് ഞാൻ ഈ ഒരു ബ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ മടിയനെ വിഴുങ്ങിയത് കൊണ്ട് എനിക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അവരിന്ന് വരുമെന്ന് പറഞ്ഞിനെ. ഉച്ചക്ക് 1 മണിക്ക് വരുമെന്ന് പറഞ്ഞ അവർ വൈകുന്നേരം വരുമെന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാം, നേരത്തെ എനിക്ക് അധികം പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡെല്ലാം ആക്കാൻ പ്രിപ്പയർ ചെയ്തിന്. പക്ഷേങ്കിൽ വൈകുന്നേരം ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വൈകുന്നേരം ആക്കാമെന്നാണ്. നമ്മളെ റൂമിലേക്ക് സ്റ്റെപ്പ് കയറണോ, ലിഫ്റ്റില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും അവർ വരുന്നതല്ലേ, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ കാണുന്ന ടൈം എങ്ങനെ ഇരിക്കും നമ്മൾ ആ ദിവസം എന്നൊക്കെ അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. അതിന് ഞാൻ അതല്ല പറയുന്നത്, പക്ഷേങ്കിൽ ശ്വാസം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. ഞാൻ രാവിലെ തൊട്ട് ഈ ഒരു വെയിൽ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് നടന്നിട്ടില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നമുക്കിവിടെ സ്വന്തമായിട്ടൊരു ടെറസ് ഉണ്ട്. അതാണ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ടെറസ് ഞാൻ കാണിച്ചേരേ. ഇവിടെ അടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ട്രെയിനിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് ശ്വാസമില്ല. ഓ മൈ ഗോഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരേ. നമ്മളിപ്പം പോയേരം ഒരു പാക്കറ്റ് പാല് വാങ്ങിയേ. അത് നമുക്ക് പതപ്പിച്ച് വെക്കാം. ഇവിടെ നമുക്ക് ഫ്രിഡ്ജില്ല, ഫ്രിഡ്ജ് വാങ്ങണം അത്രേ. അവിടെ നമുക്ക് പാല് പതപ്പിക്കാം. ലൈറ്റിനെ മറച്ചൊന്നും അറിഞ്ഞു നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റില്ല. ബിക്കോസ് കുറച്ച് നിങ്ങൾക്ക് പറയില്ലേ. ഒന്നുമേ ചൊല്ലാനില്ല, രണ്ടോട്ടം മറിഞ്ഞു. ഇനി ഇത് മറിക്കാൻ പാടില്ല, നാട്ടം പറഞ്ഞില്ല. നമ്മളെ ക്ലീൻ ചെയ്യണം, ക്ലീൻ ചെയ്തിട്ട് ആ ഒരു സങ്കടത്തിൽ മൊത്തം നമുക്ക് കഴിക്കാൻ പറ്റില്ല. മൊത്തം കഴിക്കാം. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമെന്ന് വെച്ചാൽ ഇതിലൊരു എക്സൈറ്റ്മെൻറ്റും ക്ഷമയില്ലാത്തത് പറ്റിയൊരു സംഭവിക്കുക വേറെ ഇല്ല. ഇപ്പം വരും വിചാരിച്ചിട്ട് ഏകദേശം 5-6 മണിക്കൂറാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. എൻ്റെ ക്ഷമ, ഇത്രക്കാലം ക്ഷമയുണ്ടെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായത്. നമ്മളിപ്പോൾ ആറിയിട്ട് എടുക്കാൻ പോകുകയാണ്. നേരത്തെ എടുക്കേണ്ടതാണ്, പാതിരാത്രി. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്തെല്ലാം കളിയാണ് കളിച്ചു കൂട്ടുന്നല്ലേ. പക്ഷേ നോക്കൂ എത്ര മനോഹരമാണ്. മടി കാരണം പാതിരാത്രിക്കാണ് നമ്മൾ ആറിയിട്ട് എടുക്കുന്നത്. യു വാണ്ട് ടു സീ ചന്ദ്രൻ ഹിയർ? സീറ്റ്. നമുക്ക് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചിട്ട് കുറച്ച് സുഗന്ധം പരത്തണം. സുഗന്ധം എന്നാണ് ഞാൻ കാണിച്ചുതരാം. അമ്മേ, ഞാൻ പറഞ്ഞ സുഗന്ധമില്ലേ, ആ ഒരു സുഗന്ധമാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മണമൊന്നും ഉണ്ടാവില്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള റോസിൻ്റെ മണമാണ്. പക്ഷേങ്കിൽ ഈ ഒരു ടൈമില്ലേ ഭയങ്കര ഫീലാണ്. ആ ഒരു വിളക്കും ആ ഒരു പാട്ടും ഈ ഒരു സ്മെല്ലും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഹായ്, ഇന്നലെ നമുക്ക് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ശ്രീകുട്ടി സൂപ്പറാണ്. നമ്മളിപ്പോ എവിടെയാണ് പോകുന്നത്? കുത്തമ്മീനാർ കാണാൻ പോന്നാണ്. എല്ലാം നമുക്ക് വഴി കാണാം. എന്റെ ഏട്ടൻ വരുന്നില്ല, പിന്നെ അച്ചുടും ഉണ്ട്, അർജുൻ ഉണ്ട്. അർജുൻ സേ ഹായ്. ഇതില് നോക്കണം. ഹായ്. അപ്പോ 2 ആൾക്കാരും കൂടി ഉണ്ട്, അവരെ നമുക്ക് വഴിയെ കാണാം. ഹായ്, ഇതാണ് നമ്മൾ പറഞ്ഞ house, no? Hi.
നമ്മളിപ്പോ കാറിൽ കേറി. Hi, we are going for visiting India Gate. So I think this is one of the best moment for us. This is the first time we are coming to Delhi for visiting purpose, you know. So I think this is our driver, bro. Already we booked the train. Bro. Bro, हमने क्या एक ब्लॉग बना रहा है YouTube में ना जी, तो कोई दिक्कत नहीं है ना? नहीं ना? Say hi. Hi. This is one of the best driver, and we booked through the Indian South Indian. आपका नाम बताओ उसमें. Sir, please tell me your name. Sir, आपका नाम मुकेश. I think कहाँ रहने वाले बताइए? मैं द्वारका रहता हूँ. द्वारका. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. Okay, bro. Bye bye. Stay tuned. നമ്മൾ തുടങ്ങാം. അപ്പൊ ഇത് മൊത്തം ഔട്ടായല്ലേ? അതെങ്ങനാ? അങ്ങനെ നിങ്ങൾ പാടുക. അടുത്ത ടീം പാടണം. ഞാൻ പാടുതരാം, വായല്ലേ? നിങ്ങളില്ല, നിങ്ങളാ. ഹായ് ഗോയ്സ്, നമ്മള് കുത്തമ്മീനാർ എത്തി. ഇവിടെ ഭയങ്കര തണുപ്പൊന്നുമില്ല, ചൂടുമില്ല. ഒരു രസത്തിന് വേണ്ടി ജാക്കറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കുത്തമ്മീനാർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം നമുക്ക് വെറുതെ ഫോട്ടോ എടുക്കണ്ടിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ കാണാം. ഹായ്, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഭയങ്കര ക്യൂ ആണ്. അതുകൊണ്ട് തന്നെ ട്രിക്കെല്ലാം എടുത്തിട്ട് ക്യൂ ഇത്രയല്ലേ ഉള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് സന്ദീപ് മുന്നിൽ നിൽക്കുന്ന ഏതോ ചെക്കൻ്റെ അടുത്ത് പോയിട്ട് ടിക്കറ്റ് എടുത്തരോന്ന് ചോദിച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം കയറാം. ഇവരിന്ന് പോകുന്നതാണ്, അതിൻ്റെ ഒരു വിഷമം കൊണ്ട് നമുക്ക്. ബട്ട് എല്ലാ സമയം കടന്നു പോകുന്നില്ല പറയോ. ഓക്കെ, ബൈ. ഇതാണ് ഗോയ്സ് കുത്തമ്മീനാർ. ഇതിന്റെ വ്യൂസ് കാണാന്നറിയില്ല. We already reached Qutbuddin Aibak Merita Qutub Minar. Okay, we already reached, and this is the one of the best thing. This is the first tourist place in Delhi. Yeah. We are just enjoying ourselves. The whole family is also available here. ഇവര് മലയാളിയാണ്. ഇംഗ്ലീഷ് എന്നെല്ലാം പറഞ്ഞ് എന്തെല്ലാം പറയുന്നുണ്ട്, നമുക്കറിയില്ല. ഏട്ടന് ഓഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും പോവണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പിള്ളേരുടെ കൂടെ പോകുന്നതിൻ്റെ വൈബ് വേറെ തന്നെ ആയതുകൊണ്ടാണ് ഞാനും ഒന്ന് പോകാമെന്ന് വിചാരിച്ചത്. ഇവർക്ക് രാത്രി ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിന്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും അത്രയൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങൾക്ക് എല്ലാ സ്ഥലവും കാണിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൻ്റെ ചരിത്രവും കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ജസ്റ്റ് എന്താ പറയുക, എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് അധികം ബോറിംഗ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നത്. ഹായ് ഗോയ്സ്, നമ്മളെല്ലാവരും ഇപ്പോൾ കുത്തമ്മീനാറിലാണുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുത്തമ്മീനാർ കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. എൻ്റെ കൂടെ ആൾക്കാരുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ അകത്ത് പോയിട്ട് കാണിച്ചു തരാം. നമ്മൾ വീക്കെൻഡിലല്ല പോയത്, അതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ഏതോ ഒരു ചെക്കൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ നിന്ന് നിൽക്കാണ്ട് വേഗം തന്നെ ടിക്കറ്റ് കിട്ടീന്. ടിക്കറ്റിന് ഒരാൾക്ക് 40 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹായ് ഗോയ്സ്, നമ്മളിപ്പോൾ എവിടെയാണ് നിങ്ങൾ ഒരിക്കൽ ഗസ് ചെയ്. എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ലോട്ടസ് ടെമ്പിളിലുള്ളത്. ബാക്കിൽ ഏതോ ഒരു സെക്കൻഡിൽ ചിരിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ആക്കാൻ പാടില്ല. അതാ ഓർക്കത് മനസ്സിലായി. ഓക്കെ ഇവര് കണ്ണിൽ കാമനോട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ലോട്ടസ് ടെമ്പിളാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്തുള്ള വ്യൂവും കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, നമുക്ക് കയറാനും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ തിരക്ക്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എല്ലാ സംഭവവും നിങ്ങൾക്ക് കാണിച്ചു തരേ. അതിനുശേഷം നമ്മൾ ഇന്ത്യ ഗേറ്റിലാണ് പോയത്. ഏകദേശം ക്ലോസ് ആവാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ആർമിക്കാരൻ്റെ വൈഫാണെന്നെല്ലാം പറഞ്ഞത് എങ്ങനെ അവരകത്തേക്ക് കയറ്റി. ഹായ് ഗോയ്സ്, we are totally tired. ഹായ് ഗോയ്സ്, വൈകുന്നേരമായി. We are so tired. നമ്മളിപ്പോ ഇന്ത്യ ഗേറ്റ് നമ്മളിപ്പോ എവിടെയുള്ള
അവരവരുടെ വീഡിയോ ഫോട്ടോ എടുക്കാൻ ഇവിടുത്തെ മനയാണ് അലോടല്ല ഇവിടെ ആടുന്ന ഫുൾ ഹറിബറി ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഭയങ്കര തണുപ്പാണ്, എല്ലാവരും തണുപ്പിച്ചുള്ളത്. ഇവരിന്ന് പോകും, AC ഇന്ന് നമ്മളെ വീട്ടിലുണ്ടാവും, നാളെ പോകും. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വയ്യ കാണാം.